സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിജി കോട്ടയത്തും വൈക്കത്തും സന്ദർശനം നടത്തിയതിൻ്റെ 100-ാം വാർഷികമാണ് ഈ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെട്ടത്. 5 തവണയാണ് മഹാത്മാഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ആദ്യത്തെ സന്ദർശനം കോഴിക്കോട്ടായിരുന്നു. 20 മണിക്കൂർ മാത്രം നീണ്ട സന്ദർശനം. 1920 ഓഗസ്റ്റ് 18-നായിരുന്നു അത്. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തി നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കോഴിക്കോട്ടെത്തിയത്. രണ്ടാമത്തെ സന്ദർശനം 1925-ലായിരുന്നു. അത് വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള നിരത്തുകളിൽ കീഴ്ജാതിക്കാർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് 1924 സമരം ആരംഭിച്ചത്. 603 ദിവസം നീണ്ടുനിന്ന ഈ സമരമാണ് വൈക്കം സത്യഗ്രഹമായി രൂപാന്തരപ്പെട്ടത്. ഗാന്ധിജി രൂപം കൊടുത്ത അയിത്തോച്ചാടന പ്രസ്ഥാനത്തിൻ്റെ ചുവട് പിടിച്ചായിരുന്നു ഈ സമരം. ഇതിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി വൈക്കത്ത് എത്തിയത്. ഗാന്ധിജിയുടെ 3-ാമത്തെ സന്ദർശനം ഇതേ വിഷയത്തിനു വേണ്ടി തന്നെ 1927-ലായി. 1934 ഗാന്ധിജി 4-ാം തവണ കേരളത്തിൽ എത്തി. ഇത്തവണ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി കസ്തൂർബായും കൂടെയുണ്ടായിരുന്നു. ഹരിജന ഉദ്ധാരണത്തിനു വേണ്ടി ഫണ്ട് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം കേരളം സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ 5-ാമത്തെ കേരള സന്ദർശനം 1937-ലായിരുന്നു. അത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം നടന്ന സന്ദർശനമായിരുന്നു. ഈ സന്ദർശനങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നതും കേരള സമൂഹത്തിന് നേട്ടമായി മാറിയതും വർക്കലയിൽ മഹാനായ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച് സംസാരിച്ചതാണ്. 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി എന്ന സിനിമാ ഗാനം പോലെ നക്ഷത്ര ശോഭയുള്ള 2 മഹാരഥന്മാരാണ് അന്ന് കൂടിക്കാഴ്ച നടത്തിയത്. 2 പേരും മതഭേദങ്ങളും ഉച്ചനീചത്വങ്ങളുമില്ലാത്ത നവഭാരതത്തിനു വേണ്ടി പോരാടിയവരാണ്. അയിത്തവും അനാചാരവുമില്ലാത്ത തുല്യനീതിയും പങ്കാളിത്തവുമുള്ള ഒരു നവഭാരതം സ്വപ്നം കണ്ടവരാണ് 2 പേരും. സമഭാവനയും സാഹോദര്യവും പഠിപ്പിച്ച 2 ഋഷിതുല്യരായ മനുഷ്യർ. ജാതിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടുകൾ ഇടിച്ചു തകർത്ത നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു ജാതിമത ഭേദമന്യേ സകല മനുഷ്യരെയും സ്വാതന്ത്ര്യത്തിൻ്റെ സ്നേഹച്ചരടിൽ കോർത്തിണക്കിയ മഹാനായ ഗാന്ധിജി. ഇവർക്ക് 2 പേർക്കും ലഭിച്ച പിന്തുണ ഒരു കാലഘട്ടത്തിലും ഒരു നേതാവിനും ഒരു വിഷയത്തിലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്ര സത്യം. തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ മഹാത്മാഗാന്ധിജി ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും സമുദായ നേതാക്കന്മാരെയും മെത്രാന്മാരെയും സന്ദർശിച്ച് അവരുടെ പിന്തുണ ചോദിക്കുകയുണ്ടായി. ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളും ഇരുന്ന് ചർച്ച ചെയ്ത ഇടങ്ങളും പൂജ്യമായി ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മഹാന്മാരെക്കുറിച്ച് പറയുന്നത് അവരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും തീർത്ഥാടന കേന്ദ്രങ്ങളും അവർ സഞ്ചരിച്ച വഴികൾ പുണ്യ ഇടങ്ങളുമാകുന്നു എന്നാണ്. ഈ 2 ജനനായകരെ സംബന്ധിച്ചും ഈ പ്രസ്താവന വാസ്തവമാണ്. കാരണം ചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ചവരാണ് ഈ 2 മഹാപ്രതിഭകളും.